സുഹൃത്തുക്കളെ, കേരളം മൊത്തം പ്രതിഷേധം. നമ്മുടെ DFIക്കാർ ഒരു രക്ഷയില്ല. തിയേറ്ററിലൊക്കെ കയറിയിട്ട് അടിച്ച് പൊളിച്ച് നിരത്തുകയാണ്. തിയേറ്ററിൽ സിനിമയ്ക്ക് കയറിയ ആൾക്കാരെയൊക്കെ പിടിച്ച് ഇറക്കി വിടുകയാണ്. എന്തുമാത്രം അവർ എഫക്റ്റ് എടുക്കണമെന്നറിയോ? ഇത് ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് പലപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് നിയമങ്ങൾ കൊണ്ടുവന്നാലും കേരളത്തിൽ അത് നടക്കൂല. അത് ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരേ ഒരു ടീം ഉണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾക്ക് ഈ പാർട്ടി ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ സേഫ്. എന്നാലോചിച്ച് നോക്ക്. ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, മറ്റുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടി വന്നിട്ട് ഈ സിനിമയ്ക്കെതിരെ ശബ്ദിക്കുകയോ പ്രശ്നമോ ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നാലോചിച്ച് നോക്ക്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വന്നിരിക്കണം. ഇവരോട് എന്നിട്ട് തിരിച്ച് മുസ്ലിങ്ങൾക്ക് ആ ഒരു നന്ദി എല്ലാവരെയും പറയുന്നില്ല, ചില ആളുകൾക്കില്ല. നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അവിടെ എല്ലാം പല രീതിയിലും മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിനകത്ത് ഒരു പ്രശ്നം വരുന്നില്ല. എന്തുകൊണ്ടാണ്? അത് മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടാണ്. അത് മനസ്സിലാക്കുക. അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നോക്കി കണ്ടൊക്കെ വോട്ട് കുത്തുക. പാർട്ടി ബേസിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പ്രശ്നമില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി അധികാരത്തിലും അതുപോലെ തന്നെ കേരളത്തിലും ഇല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് നിങ്ങളെ എന്തെല്ലാം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതൊക്കെ അവർ ബുദ്ധിമുട്ടിക്കും. ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഫെസ്റ്റിവൽ നടത്തിയിട്ട് കഴിക്കും എന്ന് പറയുന്ന ടീമാണ്. ആ പാർട്ടിയിൽ എല്ലാ മതക്കാരും ഒരേപോലെ ഏത് മതക്കാർക്കെതിരെ പ്രശ്നം വന്നാലും അവർ ഒരുമിച്ച് നിൽക്കുന്നു. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി. പല പോരായ്മ ആ പാർട്ടിക്ക് ഉണ്ടാകുമായിരിക്കും. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്ന് ഒരാളെ കൊണ്ട് തീരുമാനിപ്പിക്കാൻ അവർ വിട്ടില്ല. നമുക്കിഷ്ടമുള്ളത് നമ്മൾ കഴിക്കും എന്നുള്ളത് ധൈര്യമായിട്ട് അവർ പറയും. അതാണ് ആൺകുട്ടികൾ. അപ്പം മനസ്സിലാക്കുക. പല മുസ്ലിങ്ങൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടീനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റിൽ പറയുക. എന്നാലോചിച്ച് നോക്ക്. ഇപ്പോൾ കേരള സ്റ്റോറി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി മുസ്ലിങ്ങളെ നാണം കെടുത്താൻ വന്നപ്പോൾ ഏത് പാർട്ടിയാണ് നിൽക്കുന്നത്? ഏത് പാർട്ടിയാണ് വന്നത്? ഇത്രയും റിസ്ക് എടുത്തിട്ട് ആരാ നിന്നത്? അവർക്ക് എന്താവശ്യമുണ്ട്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രിയ സുഹൃത്തുക്കളെ. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും DFIക്കാരെക്കുറിച്ചും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക.